പേടല്ലേ അപ്പോൾ ഓട്ടോ ഡീലക്സ് ആണോ ക്ലാസിക്? അവർക്കൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ റെക്സിം ഒട്ടിച്ച് അത്യാവശ്യം ഒട്ടിച്ച് കഴിഞ്ഞു. ഏകദേശം നമുക്ക് ഏകദേശം ഒരു 23,000 രൂപ അടുത്ത് നമുക്ക് അപ്പോഴ്സറിയൊക്കെ മേളിൽ റെക്സിനൊക്കെ ഏകദേശം അത്യാവശ്യം നല്ല സേഫ്റ്റി ആയിട്ട് തന്നെയാണ് നമ്മൾ ഇതേപോലെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു മെറ്റീരിയൽ ഒട്ടിച്ച് പെർഫെക്റ്റ് ആക്കിയിട്ടാണ്. ആണെങ്കിൽ ഈ ഒരു സാധനമൊക്കെ ഇനി മോൾഡ് ചെയ്ത് കട്ട് ചെയ്യാനുണ്ട്. അത് വേണ്ടി ഇവിടെ ഒരു ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അഴിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അഴിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ അപ്പോഴ്സറിയും കാര്യങ്ങളും വെക്കുന്നതോടെ ഇപ്പോഴത്തെ ഒരു കറൻ്റ്ലി ആയിട്ടുള്ളൊരു അവസ്ഥയാണ് കേട്ടോ. നേരത്തെ നമ്മൾ ഈ ഒരു നമുക്ക് ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഏകദേശം ഇതാണ് നമ്മുടെ സീറ്റ്. ഫ്രണ്ട്സ്, ഇതൊരു ആപ്പയുടെ അല്ലേ? ആപ്പോ ഓട്ടോ ഡീലക്സ് ആണോ ക്ലാസിക്? ക്ലാസിക്കിന്റെ ഓട്ടോ DX എന്ന് പറഞ്ഞ ആപ്പയുടെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രെയിം വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ റെക്സിം വർക്കും മറ്റുള്ള സീറ്റ് കവറും വർക്കും കാര്യമൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ കടയിൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് അപ്പോഴ്സറിയും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് അത്യാവശ്യം ഒട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം ഒട്ടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ലാഗായിട്ട് കാണിക്കാൻ പറ്റില്ല. നമുക്ക് ഏകദേശം ഒരു 23,000 രൂപ അടുത്ത് നമുക്ക് ഇതേപോലെ ഓട്ടോയൊക്കെ ചെയ്യുന്നതിന് വരും കേട്ടോ ഏകദേശം. അപ്പോൾ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറ്റുവാണെങ്കിൽ ഇത് മൊത്തത്തിലുള്ള ജസ്റ്റ് കാണിക്കാം. ഇപ്പോൾ നമ്മൾ കമ്പനി സീറ്റൊക്കെ ഇതാണ് വരുന്നത്. പിന്നെ ഇതേപോലെ ഇതിലൊക്കെ നമുക്ക് പ്രത്യേകം കവറും കാര്യങ്ങളൊക്കെ ഇടണം. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇതിലൊക്കെ ഡോറൊക്കെ വരുന്നുണ്ട്. ഡോറും കാര്യങ്ങളൊക്കെ കമ്പനി ഫിക്സ്ഡ് ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം ബാക്കിയുള്ളത്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ അപ്പോഴ്സറിയൊക്കെ മേളിൽ റെക്സിനൊക്കെ ഏകദേശം വെച്ച് കഴിഞ്ഞു കേട്ടോ. നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു അത്യാവശ്യം നല്ല സേഫ്റ്റി ആയിട്ട് തന്നെയാണ് നമ്മൾ ഇതേപോലെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു മെറ്റീരിയൽ മേളിൽ വെക്കുന്നത്. പിന്നെ അതിനുശേഷം 2-3 സംഭവങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഇത് ഒട്ടിക്കുന്നത്. അത് നല്ല രീതിയിൽ ഒട്ടിച്ച് പെർഫെക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റിയില്ല, ചേട്ടനിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞു. ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു സാധനമൊക്കെ ഇനി മോൾഡ് ചെയ്ത് കട്ട് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ ഒരു നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ലേ, അത് വേണ്ടി ഇവിടെ ഒരു ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുള്ള സാധനമാണ് ചേട്ടൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നത്. കണ്ടോ, ബാക്കിൽ മറ്റേ ആ ഒരു വിൻഡോ പോലത്തെ ഒരു സംഭവം വരത്തില്ലേ, അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് വെക്കാനുണ്ട്. നമുക്ക് നോക്കാം. ഈ ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അഴിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അഴിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ അപ്പോഴ്സറിയും കാര്യങ്ങളും വെക്കുന്നതുകൊണ്ടായിരിക്കും. ഡാഷ്ബോർഡിൻ്റെ ഉള്ളിലേക്ക് ആണെങ്കിലും കുറേ സോക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഡാഷ്ബോർഡ് അഴിച്ചിട്ടുള്ളൊരു കൺസോളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ആപ്പയുടെ. പിന്നെ നമുക്ക് ഇവിടുത്തെ ഒരു പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്.
ഇപ്പോഴത്തെ ഒരു കറൻ്റ്ലി ആയിട്ടുള്ളൊരു അവസ്ഥയാണ് കേട്ടോ. നേരത്തെ നമ്മൾ ഈ ഒരു റെക്സിനും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ഈ ഒരു മെത്തേഡിലുള്ളൊരു ഡിസൈൻ പാർട്ടൊക്കെ നമുക്കിവിടെ ചെയ്ത് കിട്ടിയത്. പിന്നെ നമുക്കൊരു ബാക്കിലൊരു സംഭവം വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡിസൈൻ പാർട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്ന കളറുണ്ടോയെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു പാർട്ടിൽ നമുക്കൊരു അലുമിനിയത്തിൻ്റെ ഒരു കോർണർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നമുക്കൊരു ഗ്ലാസ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഗ്ലാസ് ഏരിയയും വെക്കുന്നുണ്ട്, നോക്കാം. ആ ഒരു അങ്ങോട്ട് തന്നെ പോകുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബീഡിങ് വരുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു കറുത്തൊരു ബീഡിങ് വരുന്നുണ്ട്. അപ്പോൾ നോക്കും ഇതിൻ്റെ ബാക്കിൽ ഇതാണ് ഈ സാധനമൊക്കെ സെറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി. പിന്നെ നേരത്തെ നമ്മൾ കണ്ടതാണ്, അപ്പോഴ്സറി ഒക്കെ കണ്ടതാണ്. ബാക്കിലെ അവസ്ഥ ഇതാണ്. നമുക്ക് ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റോറേജ് ബേസ് പോലെ സംഭവമുണ്ട്. പക്ഷേ അതിൻ്റെ മേളിലും കുറച്ച് സംഭവങ്ങൾ ചെയ്യാറുണ്ട്. ഒരു സ്പോഞ്ച് പോലെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് കേട്ടോ. ഇതാണ് ബാക്കിലെ അവസ്ഥ. ഇനി സീറ്റ് നമുക്ക് വെക്കാനുണ്ട്. സീറ്റും കാര്യങ്ങളൊക്കെ പുതിയതാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, മൊത്തം 25 രൂപ അടുത്ത് നമുക്ക് വരുന്നുണ്ട്, അപ്പോഴ്സറിയും സീറ്റ് ഉൾപ്പെടെ കേട്ടോ. നമ്മൾ ലാഗാണ് മൊത്തം ഇങ്ങനെ ചെയ്യുന്നത്, കാണിക്കുന്നത് ലാഗ് ആയതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സീറ്റ് മാറ്റും കേട്ടോ, ഇതൊക്കെ കവർ ചെയ്യാം. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു മെത്തേഡൊക്കെ നമുക്ക് വെച്ച് കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഒരു പ്രത്യേക ഒരു ഡിസൈൻ പാർട്ടാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ ഈ വണ്ടിയുടെ. നമ്മുടെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഏകദേശം ഇതാണ് നമ്മുടെ സീറ്റ് ഇട്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക്കും കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സംഭവം, പിന്നെ ഈ ഒരു സാധനമൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു സീറ്റ് കവറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഈ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം നമുക്ക് ഇത് രണ്ടും കൂടി ഏകദേശം ഒരു 23,000 രൂപ അടുത്ത് നമുക്ക് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ്, ജസ്റ്റ് നമുക്ക് ഫുള്ളായിട്ട് കാണിക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാനിട്ടേക്കാം. ഇതിൻ്റെ ഫുൾ വർക്കും കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ലിങ്ക് നമ്മൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയുടെ താഴെ തന്നെ ഇട്ടേക്കാം. ഓക്കെ, ബൈ.